നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വീഡിയോ കിടക്കുന്ന മുന്നേ ഞാൻ ഷെയർ ചെയ്യുന്ന ഇവിടെ ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. പിന്നെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, റിസ്ക് എടുക്കരുത്. നമ്മുടെ ശരിക്കും ലേണിംഗ് പർപ്പസ് ലെവൽസ് ആകുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ പഠിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. സോ ലേൺ ആൻഡ് ഏൺ ആണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് ലേൺ ചെയ്യുക, ദെൻ ഏൺ ചെയ്യുക. വീക്കെൻഡാണ്. സോ വീക്കെൻഡിൽ എല്ലാവരും കൂടി നമ്മുടെ എൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടാവും, ലേണിംഗ് വീഡിയോസ്. അത് മസ്റ്റായിട്ട് കാണണം. അതാണ് കുറച്ചുകൂടി ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും ഫോർ യുവർ അപ്കമിങ് ജേർണി. ഓക്കെ, സോ വീഡിയോ കിടക്കുന്ന മുന്നേ എനിക്കൊരു പറയാനുള്ളത് ഇത് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ചാനൽ. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഞാൻ സപ്പോർട്ട് എടുക്കുമെന്നാണ് വിചാരിച്ച് 2 days മുന്നേ. ബട്ട് നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, നമ്മുടെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കുമെന്നില്ല. വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. 24,070 or 80 ആണ് ഞാൻ നമുക്ക് ഈ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസിസ്റ്റൻസ് ടൈം 70 or 80 ആണ് കൊടുത്തത്. സോ അത് ഇതിൻ്റെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ താഴെ ഈ ഒരു ഇതിൻ്റെ റീടെസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു ഹ്യൂജ് ഫോൾ കിട്ടി. ആ ഹ്യൂജ് ഫോൾ കണ്ട നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്തു. കണ്ട 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സഡൻ ആയിരുന്നു, അത് ഫോൾ സഡൻ ആയിരുന്നു. കാരണം സഡൻ അപ്പ് സൈഡ് എന്തായാലും താഴേക്ക് സഡൻ വന്നു, ബ്രേക്ക് ഡൗൺ ആൻഡ് ജസ്റ്റ് വീണ്ടും ഒരു ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഒരു സെൽ ഓഫ്. ഈ ബൗൺസിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ ആക്ച്വലി മാർക്കറ്റിൽ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു ബൗൺസ് ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ആ ബൗൺസ് ആൻഡ് ദെൻ സെൽ ഓഫ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ബൗൺസ് വന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ ഫിബൊനാച്ചി വെച്ച് നോക്കുകയാണെങ്കിലുണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് എടുക്കാൻ. കണ്ട ഗോൾഡൻ റേഷ്യോ ആണ് 61.80 50%. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും സെൽ ഓഫ് താഴേക്ക് വീണ്ടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ 50% വരെ പോയിട്ട് വീണ്ടും ട്രൈ ചെയ്ത് വീണ്ടും എൻ്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു, ഇനി വീണ്ടും ഡേലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫർദർ സെൽ ഓഫ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഡേലോ ബ്രേക്ക് ചെയ്തു ആൻഡ് കണ്ട വീണ്ടും നല്ലൊരു സെൽ ഓഫ് കിട്ടി. പിന്നെ ഞാൻ ഇവിടെ കമൻറ്റ് ചെയ്തായിരുന്നു ഇത് ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ് കാണുന്നത്. അത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഇതായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നിയർ മാർക്കറ്റ് ഇതിന് അകത്ത് തന്നെ ഉണ്ടാകുള്ളൂ. ബട്ട് ഡേലോ ബ്രേക്ക് ചെയ്താൽ വീണ്ടും സെൽ ഓഫ്. ആൻഡ് നമ്മുടെ ലെവൽ ഉണ്ടായിരുന്നു 24,700 കറക്റ്റ് അവിടെ ബ്രീച്ച് ചെയ്തു. 23,700 ആൻഡ് അവിടെ സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും അവിടെ ഒരു സെൽ ഓഫ് വന്നു, വീണ്ടും ഒരു സെൽ ഓഫ്. ബട്ട് ഞാൻ അവിടെ വേറൊരു ഇത് പറഞ്ഞായിരുന്നു, ഇവിടുന്ന് മാറിക്കോളാം. ദാറ്റ് മീൻസ് ഇനി ഇവിടുന്ന് പി എടുക്കല്ലേ. റീസൺ എന്തായിരുന്നു, 23,700 എത്തിയപ്പോൾ തന്നെ കണ്ട ഒരു ചാനൽ ടൈപ്പ് കണ്ടോ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ സ്ലോ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ 23,700 അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാറണം എന്ന് ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല. ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടാനാ, ഇതിൻ്റെ അകത്ത് ഒന്ന് സ്കാൽപ്പിംഗ് മാത്രം കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രീമിയം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ 3 o'clock ആയപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടി ആൻഡ് ദെൻ വീണ്ടും ഒരു സെൽ ഓഫ് വീണ്ടും വന്നു. ആൻഡ് വീണ്ടും പ്രൈസ് ഇനി അതിൻ്റെ അകത്താണ് അവർ കൊണ്ടുവന്നേക്കനെ. സോ 5 minutes ടൈം ഫ്രെയിം വേണമെങ്കിൽ ഇത് വെച്ച് നോക്കാം കേട്ടോ. മൺഡേ മാർക്കറ്റ് ഇനി എങ്ങനെ ബിഹേവ് ചെയ്യണത് നമുക്ക് കൂടുതൽ ഇനി ആ കാര്യം സംസാരിക്കാം. ഓക്കെ, ഇനി ഇത് പറയാനുള്ളത് എനിക്ക് വേറൊരു സീക്രട്ട് അല്ല. യെസ്, ഒരു മാർക്കറ്റിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കണം കേട്ടോ. മാർക്കറ്റിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലാസ്റ്റത്തെ 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് അറിയാമോ, ഈ ഒരു പോർഷനിൽ ഇത് കണ്ടോ, ഈ ഒരു ഫയർ എന്താണ് ഇത്, ഈ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇവിടെയും ഉണ്ട്. ഓക്കെ, സോറി, ഇതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ മോളിങ് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ മോളിങ് ഒന്ന് കാണിച്ചു തരാം. ഇത് മോളിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിംഗ് തന്നെയാണ് ഓൾമോസ്റ്റ് ഡെയിലി വരുന്നുണ്ട്. കണ്ടോ കണ്ടോ ഈ ടൈമിംഗ് എന്താണെന്ന് നോക്കുമോ, 9:30 to 9:45. ഓക്കെ, 9:30 എന്താ ചെയ്യണത്, പമ്പ്. 9:45 എന്താ ഡംപ്. ഓക്കെ, സെക്കൻഡ് സെയിം നമ്മുടെ 9:30 എന്താ ചെയ്യേണ്ടത്, ഗ്രീൻ കണ്ട പമ്പ്. 9:45 എന്താ ചെയ്യേണ്ടത്, ഡംപ്. ചെയ്യേണ്ടതല്ല, ചെയ്യുന്നതാണ് അവർ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. മോസ്റ്റ്ലി ഐ തിങ്ക് ഇവിടെ ഇത് തന്നെയാണ് ചെയ്തായിരുന്നു. പമ്പ് 9:30 പമ്പ്. യെസ്,
9:30 ഗ്രീൻ ക്യാൻഡിൽ പമ്പ്, നെക്സ്റ്റ് പിന്നെ ഡംപ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കണം. ലാസ്റ്റ് വീക്കിൽ അങ്ങനെയാണ് നടന്നത്. ഇനി അപ്കമിങ് ഡേയ്സിൽ എന്താണ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് തന്നെ ഈ പാറ്റേൺ കാരണം റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇനി ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞ് കാണുമായിരിക്കും. ബട്ട് യെസ്, ചിലപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ചാടി സീൽ കയറരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം അന്ന്. ഓക്കെ, അതാണ് ഈ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് 94,000. എനിക്ക് ആ റെസിസ്റ്റൻസ് കിട്ടി. നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുമല്ലോ. അത് ഞാനതുകൊണ്ടാണ് അതിനകത്ത് ഇരുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയായിരുന്നു. ഈ ഒരു 23,000 ഈ ഡേയിലോ തന്നെ ഡേയിലോ ബ്രേക്ക് ചെയ്തു. ബട്ട് വീണ്ടും ക്യാൻഡിൽ അവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം 23,800 ഒരു റൗണ്ട് നമ്പർ കൂടി ഉണ്ടായിരുന്നു. കണ്ടോ, 23,800 റൗണ്ട് നമ്പർ ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ശരിക്കും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മുമ്പിലോട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യെസ്, ഇങ്ങനെയൊക്കെ ഒരു ട്രാപ്പിംഗ്, ഇങ്ങനെയൊക്കെ ഒരു ടൈമിംഗ് ബൗൺസ് കിട്ടാറുണ്ട്. ഓർ ബൗൺസ് അതിന് സഡൻ ഒരു സെൽ ഓഫ് ഇപ്പോൾ എപ്പോഴും ഒരുപോലെ ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായിരിക്കും, ആ ഒരു ടൈമിൽ ചിലപ്പോൾ സഡൻ ഒരു ഡംപ് ആയിരിക്കും. നെക്സ്റ്റ് പിന്നെ ക്യാൻഡിൽ ഒരു സഡൻ ഒരു പമ്പ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. നമ്മുടെ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഇനി അപ്കമിങ് ടൈമിൽ എന്താ നടക്കുക. ഓക്കെ, സോ നമ്മൾ ഫിബനാച്ചി എടുക്കുക. ഫിബനാച്ചി എടുത്തിട്ട് നമുക്ക് ഇനി ഡേ ലോ അല്ല, ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നമ്മൾ വെച്ചു. മാർക്കറ്റ് കൊണ്ടോ കറക്റ്റ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, 81.0%. ഓക്കെ, 81.0%. സോ ആ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ബൗൺസ് എടുക്കുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബൗൺസ് തരാനുള്ള ചാൻസസ് എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. സിഗ്നൽ ഒന്നുമില്ല ഇതുവരെ. പിന്നെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, യെസ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും കറക്റ്റ് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതൽ ആണ് കാണുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി ചാൻസസ് മോസ്റ്റ് ടൈമിൽ. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിബനാച്ചിയുടെ ആ ഒരു ലെവൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി നമുക്ക് പോകാം 1 hour ടൈം ഫ്രെയിമിൽ. 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് OB കണ്ട 1 hour ചാർട്ടിൽ കണ്ട OB കിടക്കുന്നു. ഓക്കെ, 1 hour ചാർട്ടിൽ ഇവിടെ OB ഓർഡർ ബ്ലോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ, പോയി കാണണം. ഇത് ലേണിംഗ് ചാനലാണ്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലേണിംഗ് ചാനൽ. നിങ്ങൾ ലേൺ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഇത് കണ്ട ഇതൊരു OB ആണ്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇത്ര വലിയ ഓർഡർ ബ്ലോക്കാണ്. സോ ഇത് 1 hour ചാർട്ടിലാണ് ഈ ഓർഡർ ബ്ലോക്ക്. അത് ഏത് റേലിനെയാണ് ശ്രദ്ധിക്കണം, ഇവിടുന്ന് ബോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ ഒരു റെഡി. സോ ഇത് ഐ തിങ്ക് ഒരു നല്ല ഒരു ഹെൽത്തി ബോട്ടം ഒരു ഓർഡർ ബ്ലോക്ക് ആവേണ്ടതാണ്. ഓക്കെ, അതും ഇൻ കേസ് ബ്രേക്ക് ആയാൽ സഡൻ ഒരു സപ്പോർട്ട് വീണ്ടും വരുന്നുണ്ട്. ഫ്രഷ് റാലിയുടെ ഈ ഒരു ക്യാൻഡിലെ ലോ. ഓക്കെ, 23,360 15 ഇയർ വരും. അത് കണ്ട എന്താണ് റീസൺ, ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വന്നു. ആൻഡ് ദെൻ ഇത് കണ്ടോ, ഇവിടുന്ന് ഈ പ്രൈസ് പൊക്കുന്നത് ഈ ഒരു ക്യാൻഡിലെ ലോ. സോ ഇവിടെയും പ്രൈസ് സപ്പോർട്ട് എടുത്തു. ആൻഡ് വീണ്ടും ആ പ്രൈസ് സെൽ ഓഫ് വന്നിട്ട് വീണ്ടും താഴെ വന്നു. ഗ്രീൻ ക്യാൻഡിൽ അടിച്ച് കയറ്റി കൊണ്ടുപോയി. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കണം, സെൽ ഓഫ് ചെയ്യരുത്. ഞാൻ ഇതല്ല സജസ്റ്റ് ചെയ്യണത് ഇവിടെ ബൈ ചെയ്യണോ എന്നൊക്കെ ഞാനതല്ല സജസ്റ്റ് ചെയ്യണത്. ഇവിടുന്ന് പി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് എനിക്ക് ഫ്രഷ് പി ഇനി നമ്മൾ എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക, ഇല്ല എന്നല്ല. ബട്ട് യെസ്, സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. ദാറ്റ് മീൻസ് ഇനി ഒരു ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിൽ ബൗൺസ് അത് വരാം. ഇവിടെ ഇനി ലാസ്റ്റിൽ ക്യാൻഡിൽ കണ്ടോ, മാറുമ്പോൾ ഗ്രീൻ ആൻഡ് ദെൻ റെഡ് ക്യാൻഡിൽ സ്റ്റാർട്ട് ആയതാണ് വിത്ത് വോല്യൂം. ഇവിടെ താഴെ കണ്ട വിത്ത് വോല്യൂം സ്റ്റാർട്ട് ആയതാണ്. ഒരു ബൗൺസ് സ്റ്റാർട്ട് ആയത്. ദാറ്റ് മീൻസ് ഇവിടെ കണ്ടോ 2 ക്യാൻഡിൽസ്. ഇത് കണ്ടോ റെഡ് ക്യാൻഡിൽ ഒരു ലാസ്റ്റിൽ നിങ്ങൾ കാണുക 15 minutes ക്യാൻഡിൽ റെഡ് മാറോബോസി ഫുൾ, നെക്സ്റ്റ് ഗ്രീൻ മാറോബോസി. ദാറ്റ് മീൻസ് ഈ 2 നമ്മൾ കൂട്ടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ സെൽ ഓഫ് വന്നിട്ടില്ല. ഇവിടെ ഈ ക്യാൻഡിലിന് സെൽ ചെയ്ത ആൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരാൾ ബൈ ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഒരു പ്രൈസ് നടന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ക്ലോസിംഗ് ആയി 23,630 ആ ഒരു ഏരിയ തന്നെയാണ് ലോ. എന്നല്ല അങ്ങനെയല്ലേ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ. പക്ഷേ അവരിത് കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവർ അങ്ങനത്തെ ഒരു ബൈ ചെയ്തേക്കാനാണ്. 15 minutes 3:15 അവർ സെൽ ഓഫ് നടത്തി. ആൻഡ് 3:15 മുതൽ 3:30 വരെ അവരൊരു ബൈ നടത്തി. അപ്പോൾ നമുക്ക് അത് പിൻബാർ കാണാൻ പറ്റത്തില്ല, മനസ്സിലായോ? ബട്ട് ആക്ച്വലി അതൊരു പിൻബാറാണ്.
ഓക്കെ, പിൻബാറിൻ്റെ റീസൺ ഒരു പിൻബാർ ജനറേറ്റ് ആയാൽ എങ്ങനെയാണ് പിൻബാർ ജനറേറ്റ് ആവുന്നത്? ദാറ്റ് മീൻസ് താഴെ നിന്ന് പ്രൈസ് റെഡ് കല്ല് നല്ലൊരു സെൽ ഓഫ് വരും, നെക്സ്റ്റ് കല്ലിൽ അത് തന്നെ മുകളിലേക്ക് തന്നെ പൊക്കി കൊണ്ടുപോകും. ആൻഡ് ദെൻ അതൊരു ചെറിയ ഒരു പിൻബാർ, ഒരു ക്ലോസിങ്ങും ആൻഡ് ഓപ്പണിങ് ഏകദേശം ഒരേ ലെവൽ തന്നെ. സോ ദാറ്റ് മീൻസ് ഇവിടെ ബയേഴ്സ് ജനറേറ്റ് ആണ് വിത്ത് വോല്യൂം. ഓക്കെ, വിത്ത് വോല്യൂം ശ്രദ്ധിക്കണം, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ബിയറിഷ് തന്നെയാണ്. ബട്ട് യെസ്, ബൗൺസ് എപ്പോൾ വേണമെങ്കിൽ വരാം. ആ ബൗൺസ് എവിടെ വരെ വരുമെന്ന് അത് ഈ ഇതിൻ്റെ റെസിസ്റ്റൻസ് വരെ എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് എപ്പോഴെങ്കിലും ഉണ്ടാവും. ബൗൺസ് വന്നാൽ വീണ്ടും ചിലപ്പോൾ അവിടെ സെൽ ഓഫ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയ ദാറ്റ് മീൻസ് കുറച്ച് ബുളിഷ്നെസ് ഉണ്ടാവും നമുക്ക് ടിൽ ഈ റെസിസ്റ്റൻസ് വരെ. ഓക്കെ, ടിൽ ഏത് റെസിസ്റ്റൻസ്? ഈ റെസിസ്റ്റൻസ് വരെ. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ടാകും. 15 മിനിറ്റ്സിലാണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് ഇത് വരും. റെസിസ്റ്റൻസ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഇനി ആ റെസിസ്റ്റൻസ് മാറി ഇത് ഇവിടേക്കായി 34,050 കാരണം ഇവിടെ നിന്ന് നല്ലൊരു റെഡ് ക്യാൻഡിൽ സെൽ ഓഫ് ആയതാണ്. ഓക്കെ, സോ ഇനി 23,794. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസായി. പിന്നെ ഈ റെസിസ്റ്റൻസ് ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാകും, പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റെഡ് ക്യാൻഡിലിൻ്റെ സെൽ ഓഫ് ഏരിയയാണ്. സോ 23,940. സോ ഇൻ കേസ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയ ഇതിൻ്റെ അബവ്, ഈ ഒരു ഏരിയയുടെ അബവ് 23,700. സോ മേ ബി ചെറിയ റെസിസ്റ്റൻസ് ഇതായിരിക്കും 23,770. ആൻഡ് ബാക്കി കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് വേണം നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇൻ നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. ബട്ട് യെസ്, അപ്കമിങ് പിക്ചർ വീക്ക് തന്നെയാണ്. ബട്ട് ഇവിടുന്ന് ബൗൺസ് വരാനുള്ള ഒരു ഇതുണ്ട്, ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബൗൺസ് വന്നിട്ട് പിന്നെ താഴേക്ക് വീണ്ടും വരുമോ ഇല്ല എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് നമുക്ക് നിഫ്റ്റിയിലൊന്നും കാണുന്നില്ല. ബട്ട് യെസ്, ഒരു സ്ട്രക്ചർ ഇവിടുന്ന് ഒരു നമ്മളിത് നോക്കുകയാണെങ്കിൽ റിയൽ ടൈം ഫ്രെയിമിൽ കണ്ടോ. സോ ഇൻ കേസ് പ്രൈസ് അവിടെ വരെ പോവുകയാണെങ്കിലും അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ വരുമോ ഇല്ല എന്നാണ് നോക്കേണ്ടത്. കണ്ടോ, ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ പിക്ചർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ, കൺഫ്യൂസ് ആവരുത് ആരും കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ അകത്തായിരിക്കും ഐ ഹോപ്പ് സോ ബൗൺസ് ഇവിടുന്ന്, ദാറ്റ് മീൻസ് ഇവിടുന്ന് ബൈ ജനറേറ്റ് ആയാൽ ഈ ട്രയാങ്കിളിൻ്റെ അകത്താവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഇത്രയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്രയ്ക്ക് എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യമൊക്കെ എല്ലാം കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇനിയുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ താഴെ 1 hour ടൈം ഫ്രെയിമിൽ ഇത് എനിക്ക് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ. യെസ്, ഓക്കെ. ഇനി സ്ട്രക്ചർ ബേസ്ഡ് ട്രയാങ്കിൾ ഇതിനകത്ത് എനിക്ക് കാണിക്കാനുള്ള ഫിബ് റിട്രേസ്മെൻറ്റ് ബേസ് കാണിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, അതും പെർഫെക്റ്റ് ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ്. കണ്ടോ, 50,590 അപ്രോക്സ്. കണ്ടോ, ഈ ഒരു ഏരിയ 550 or 500 കൂട്ടിക്കോ, റൗണ്ട് നമ്പർ ആക്കി കേട്ടോ. സോ ആ ഒരു ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ താഴെ വന്നാലും ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. കണ്ട, ട്രെൻഡ് ലൈൻ എപ്പോഴും എപ്പോഴും കറക്റ്റ് ഉണ്ടാവുന്നില്ല കേട്ടോ. എക്സാക്ട് പെർഫെക്റ്റ് മാർക്കറ്റിൽ ഒന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, മാർക്കറ്റിൽ പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും മാർക്കറ്റിലെ ഡോട്ട് ടു ഡോട്ടാണ് നടക്കുന്നത്. ഡോട്ട് ടു ഡോട്ട് ഒന്നും നടക്കാറില്ല. ട്രാപ്പിംഗ് ആണ് മാർക്കറ്റിൽ, എങ്ങനെയും ട്രാപ്പ് ചെയ്യണമെന്നാണ് അവരുടെ ഉദ്ദേശം. നമ്മളത് ശ്രദ്ധിക്കണം. ബട്ട് നമുക്കിത് ഇവിടെ മനസ്സിലാക്കിയ യെസ്, ഇനി ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അതാണ് ആ ഒരു ഹ്യൂജ് സെൽ ഓഫ് ഇങ്ങനെ സഡൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കണം. എന്താണ്, ഇപ്പോൾ ഇയർ എൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇനി US മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, സോ FISൻ്റെ സെല്ലിംഗ് കുറവായിരിക്കും, ഐ ഹോപ്പ് സോ. ഓക്കെ, സോ ഒരു ശ്രദ്ധിക്കാനുള്ളതാണ്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും സെല്ലിംഗ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് ഇത് മന്ത് എൻഡ് കൂടിയാണ്, ഇയർ എൻഡ് കൂടിയാണ്. ഓക്കെ, 25th ക്രിസ്മസിൻ്റെ ലീവായിരിക്കും, മുടക്കായിരിക്കും. ഓക്കെ, സോ ഒരു ഡേ അങ്ങനെ കുറഞ്ഞു.
ദാറ്റ് മീൻസ് 31st അടുത്ത് തന്നെയാണ് പെട്ടെന്ന് വരാൻ പോവുക. സോ ഈ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് DIs അവരുടെ ഒരു ഫണ്ട് ശരിക്കും ഫണ്ട് ഫ്ലോ വരാറുണ്ട് യൂഷ്വലി. സോ അത് ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഫണ്ട് ഫ്ലോ ഇയർ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി അവിടെ നിന്ന് ഒരു മന്ത് എൻഡ് ആൻഡ് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഒരു ഫണ്ട് വരും. ആ ഒരു ഫണ്ട് അവർ നമ്മുടെ മാർക്കറ്റിൽ ഇറക്കും. സോ അങ്ങനത്തെ ഒരു ആ ഒരു കേസ് ഒരു ബൗൺസ് അതിലും വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ശ്രദ്ധിക്കണം. അത് എല്ലാവരും കൂടി ജസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മുടെ പറയാനുള്ളത് റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ് 51,200. ഓക്കെ, ഒരു ക്യാൻഡലിൻ്റെ ലോ. ഓക്കെ, ദെൻ ഈ ഒരു ഹൈ. ഓക്കെ, പിന്നെ മേ ബി അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും 51,000 52,000 എല്ലാം. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുകയാണെങ്കിൽ ലെവൽസ് കാര്യങ്ങൾ ഞാനെല്ലാം തന്നിട്ടുണ്ട്. ബാക്കി ലെവൽസൊക്കെ അത്രയ്ക്ക് ഒന്നുമില്ല. ജസ്റ്റ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഇത് തന്നെയാണ്. ബൗൺസ് എപ്പോൾ വരും എന്ന് നമുക്ക് പറയാനില്ല. ബൗൺസ് പറഞ്ഞിട്ടല്ല വരുന്നത്, വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എക്സിറ്റ് പോലും കിട്ടത്തില്ല മറ്റേ പീക്കാർക്ക്. കാരണം ഓവർസോൾഡാണ്. ബട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് പറയാനില്ല. ബട്ട് മാർക്കറ്റ് ഓവർസോൾഡാണ്. ഓക്കെ, ഓവർസോൾഡ് ആകുമ്പോഴത്തേക്കും നമുക്കതൊന്നും പറയാൻ പറ്റില്ല എവിടെ നിന്ന് ബൗൺസ് വരും. ബട്ട് വന്ന സഡൻ ഒരു കവറിങ് വരും. ദാറ്റ് മീൻസ് ഷോർട്ട് ചെയ്ത ആളുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങും, ഓടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാർട്ട് ഞാൻ ഇൻവേർട്ട് ആക്കി ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോഴും നമ്മുടെ ലെഗാണ് ഞാനും കൂട്ടാറുള്ളൂ. ലെഗ് നമ്മൾ കൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സോ ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 വരെ പോയി. 3 എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ ലെവലിൽ ഒരു 52,000 വരെ ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഡൗൺ ആക്കി എന്നിട്ട് വീണ്ടും ഞാൻ ചാർട്ട് ഇൻവേർട്ട് ചെയ്തേക്കാണ്. ശ്രദ്ധിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മുടെ ഇനി ഇതനുസരിച്ച് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ശരിക്കും ഇത് ഇത്ര വരെ ഫോളുള്ളൂ, 52,000 വരെ. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ ന്യൂസ് ഫ്ലോ ഹെവി ആയി. സെല്ലേഴ്സിൻ്റെ ബാഡ് ന്യൂസൊക്കെ വന്നു. ഈ ഒരു ഫ്ലോയിൽ ന്യൂസ് വരാറുണ്ട്, ബാഡ് ന്യൂസ് ഒന്നുകൂടി വന്നു. ദാറ്റ് മീൻസ് ആ ഒരു ലെഗ് എക്സ്ട്രീംലി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. മനസ്സിലായോ? എക്സ്ട്രീംലി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഒരു ലെഗ്. 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇത് വെച്ച് കാണിച്ചു തരാം. നമ്മുടെ എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി, യെസ്, ട്രെൻഡ് ബേസ് എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എവിടെ വരെ പോയേക്കാനാണ് കണ്ടത്? ഫിബിൻ്റെ ഒരു ലെവൽ വരെ തീർന്ന് കിടക്കണേ. മനസ്സിലായോ? അത്രയ്ക്ക് എക്സ്റ്റെൻഡ് ആയി കിടക്കണേ. ഓക്കെ, ഈ ഫിബൊനാച്ചി വെക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചാർട്ട് തിരിച്ചത് ഒരു ടേൺ ചെയ്തതാണ്, ഇൻവേർട്ട് ചെയ്തേക്കുന്ന ചാർട്ട്. സോ കേട്ടോ, സോ നമ്മൾ ഇത്രയല്ലേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. മാക്സിമം ഈ ഒരു ലെവൽ 361.80 പോയിന്റ്. ഇൻ റെയർ കേസസിലാണ് നമ്മൾ ഈ 423% വരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇത് അതിൻ്റെ അപ്പുറമാണ് കിടക്കുന്നത്. സോ ദാറ്റ് മീൻസ് അൺബിലീവബിൾ ഫോളാണ് ഇത്. അൺബിലീവബിൾ ദാറ്റ് മീൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര വലിയൊരു ഫോൾ. ഓക്കെ, അത് ഒരു ലെഗിൽ റിട്രേസ്മെൻറ്റ് തന്നെ വീണ്ടും പോവുകയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നമ്മുടെ അതനുസരിച്ച് കാൽക്കുലേഷൻ അനുസരിച്ച് ഞാൻ സ്റ്റഡി ബേസ്ഡ് ഞാൻ പറയണേ, സ്റ്റഡി ചെയ്തതനുസരിച്ച് ഒരു റിട്രേസ്മെൻറ്റ് ദാറ്റ് മീൻസ് ഒരു പുൾ ബാക്ക് തന്നെ വീണ്ടുമാണ് ഒരു ഫോൾ വരാനായിരുന്നു. ഇത് ഡയറക്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ സഡൻ ഒരു പുൾ ബാക്ക് വന്നിട്ട് പിന്നെ ഒരു ഫോൾ കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ റെഡിയാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇനി പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മോസ്റ്റ്ലി ഒരു 5 ലെഗ്സ് ഉണ്ടാവാറുണ്ട്. തേർഡാണ് ഇത്. തേർഡിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് വീണ്ടും ഒരു ഫോൾ വരുമോ ഇല്ല, അതാണ് നമുക്ക് ഇനി നോക്കാറുള്ളത്. ബട്ട് യെസ്, പുൾ ബാക്കിന് വേണ്ടി എപ്പോഴും റെഡിയായി നിൽക്കുക. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.